Today we are going to learn homogeneous differential equations. First we will find what a homogeneous function is. A function f of x comma y is said to be a homogeneous function of degree n if f of lambda x comma lambda y equal to lambda raised to n into f of x comma y for any non-zero constant lambda. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ ലാംഡ എക്സും വൈയുടെ പ്ലേസിൽ ലാംഡ വൈയും കൊടുക്കുമ്പോൾ എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഈക്വൽ ടു ലാംഡ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടണം. അപ്പോൾ ഡിഗ്രി എൻ ആയിട്ടുള്ളൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി differential equation dy by dx equal to f of x comma y is a homogeneous differential equation if f of x comma y is a homogeneous function of degree 0. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. dy by dx equal to f of x comma y ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ f of x comma y ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കണം, അതിൻ്റെ ഡിഗ്രി 0 ആയിരിക്കണം. ഇനി ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. പുട്ട് y ഈക്വൽ ടു വി എക്സ്. വൈക്ക് വി എക്സ് എന്ന് കൊടുത്താൽ വി എന്തായാലും y ബൈ എക്സ് ആയിരിക്കും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വി ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വി ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇനി നമ്മളിത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Substituting for dy by dx and y in the given differential equation, we can make it a variable separable equation and hence find general solution by integrating both sides. അപ്പോൾ homogeneous differential equation solve ചെയ്യാൻ നമ്മൾ രണ്ട് substitution ആണ് വരിക. First one, put y equal to vx. Second, then dy by dx will be equal to v plus x into dv by dx. എന്നിട്ട് നമ്മൾ അതിനെ വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആക്കി മാറ്റുക. എന്നിട്ട് ജനറൽ സൊല്യൂഷൻ കാണാൻ രണ്ട് ഭാഗവും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് നമ്മൾ തിരിച്ച് വിക്ക് y ബൈ എക്സ് എന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഹോമോജീനിയസ് ആണെങ്കിൽ പുട്ട് y ഈക്വൽ ടു വി എക്സ്, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാറ്റി എഴുതുക. എന്നിട്ട് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് ഭാഗവും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കിട്ടും. പിന്നെ വിക്ക് തിരിച്ച് y ബൈ എക്സ് എന്ന് കൊടുക്കുക. ഇനി എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഹോമോജീനിയസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹെൻസ് സോൾവ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് dy ബൈ ഡി എക്സ് എഴുതിയാൽ എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ. പെട്ടെന്ന് നോക്കിയാൽ തന്നെ അത് ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലാവും. കാരണം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ സെയിം ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് ഹോമോജീനിയസ് ആണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ളതിന് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എടുക്കുക. എന്നിട്ട് എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ കണ്ടു നോക്കുക. f of xy is x plus 2y by x minus y. Then f of lambda x comma lambda y is equal to എക്സിൻ്റെ പ്ലേസിൽ ലാംഡ എക്സും വൈയുടെ പ്ലേസിൽ ലാംഡ വൈയും കൊടുത്തിട്ട് എഴുതുക. ന്യൂമറേറ്ററിൽ ലാംഡ ഔട്ട് സൈഡ് എടുക്കുക, ഡിനോമിനേറ്ററിലും ലാംഡ ഔട്ട് സൈഡ് എടുക്കുക. ലാംഡ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എക്സ് പ്ലസ് 2y ബൈ എക്സ് മൈനസ് വൈ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ദെർഫോർ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ and hence given differential equation is homogeneous. Now we will solve the differential equation. So to solve, put y equal to vx, then v is equal to y by x. ഇനി y നെ with respect to x differentiate ചെയ്യുമ്പോൾ dy by dx equal to v into 1 plus x into dv by dx. ഇനി നമ്മൾ ഈ രണ്ടും തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കുക. ദർഫോർ വി ഗെറ്റ് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2vx ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ന്യൂമറേറ്ററിലും എക്സ് ഡിനോമിനേറ്ററിലും ഔട്ട് സൈഡ് എടുക്കുക. ആ രണ്ട് എക്സ് വന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് 1 പ്ലസ് 2v ഡിവൈഡഡ് ബൈ 1 മൈനസ് വി എന്ന് വരും.
ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വി റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + 2v ബൈ 1 - v മൈനസ് വി. ഇനി റൈറ്റ് സൈഡിൽ എൽ സി എം എടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + 2v മൈനസ് വി ഇൻറ്റു 1 - v ഡിവൈഡഡ് ബൈ 1 - v. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ റൈറ്റ് സൈഡിലെ ബ്രാക്കറ്റൊക്കെ മാറ്റിയിട്ട് എഴുതണം. അപ്പോൾ എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + 2v മൈനസ് വി പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - v. ദാറ്റ് ഈസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + v പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - v. ഇനി നമ്മൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ 1 - v ബൈ 1 + v പ്ലസ് വി സ്ക്വയർ ഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഇപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയി. ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ്, ഇവിടെ ന്യൂമറേറ്ററിൽ നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ കേട്ടോ. നെഗറ്റീവ് ഇൻ്റഗ്രൽ വി - 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. താഴെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ലെഫ്റ്റിലെ നെഗറ്റീവ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ വി - 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു നെഗറ്റീവ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ 2v + 1 വരണം വേണ്ടേ. അപ്പം ഞാൻ ഹാഫ് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എഴുതാണ്. അപ്പോൾ ഹാഫ് ഇൻ്റഗ്രൽ 2v - 2 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഞാൻ c1 എന്ന് എഴുതി. ഇനി ഹാഫ് ഇൻ്റഗ്രൽ 2v + 1 വരണമല്ലോ. അപ്പോൾ ഞാൻ 2vയുടെ കൂടെ 1 ആഡ് ചെയ്തു. 1 വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യും വേണം. അത് -2ൻ്റെ കൂടെ ചെയ്യുക. അപ്പോൾ -2 - 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1. ഇനി ഇതിനെ രണ്ട് ഇൻ്റഗ്രലാക്കി എഴുതാണ്. ആദ്യത്തെ ഇൻ്റഗ്രൽ ഹാഫ് ഇൻ്റഗ്രൽ 2v + 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ ഹാഫ് ഇൻ്റഗ്രൽ -3 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1. ഇനി ആദ്യത്തെ ഇൻ്റഗ്രൽ അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്ന കാരണം ലോഗ് മോഡ് ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഹാഫ് ലോഗ് മോഡ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 3/2 ഇൻ്റഗ്രൽ. ഇനി 1 ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ആണ് വരിക. അതിൽ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1ൻ്റെ ഫോം ax² പ്ലസ് bx പ്ലസ് c ഫോമാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുള്ള ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. വി സ്ക്വയർ പ്ലസ് വിയുടെ കൂടെ വിയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, അതിൻ്റെ ഹാഫ് എടുക്കുന്ന പറയുമ്പോൾ ഹാഫ് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ 1/4 ആണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ 1/4 മൈനസ് ചെയ്യണം, അത് 1ൻ്റെ കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1/4 പ്ലസ് 1 മൈനസ് 1/4 ദാറ്റ് ഈസ് വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് 3/4. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ -3/2 ഇൻ്റഗ്രൽ 1 ബൈ വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ ഡി വി എന്ന് എഴുതി ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1. അത് ചെയ്ത സ്റ്റെപ്പ് സൈഡിലൊന്ന് കാണിച്ചാൽ മതി, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹാഫ് ലോഗ് മോഡ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 3/2 ഇൻറ്റു ഇനി 1/x² പ്ലസ് a² ഇൻ്റഗ്രൽ എന്താ? 1/a tan ഇൻവേഴ്സ് x/a. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ 1/√3/2 tan ഇൻവേഴ്സ് വി പ്ലസ് ഹാഫ് ബൈ √3/2 ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1 എന്ന് വരും. ദാറ്റ് ഈസ് ഹാഫ് ലോഗ് മോഡ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 2 ക്യാൻസൽ ചെയ്ത് കളയാം. 3 എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്. അപ്പോൾ ഒരു √3 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് √3 tan ഇൻവേഴ്സ്. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ന്യൂമറേറ്ററിൽ LCM എടുക്കണം. 2 ആണ് LCM വരിക. അപ്പോൾ ആ 2ഉം ഡിനോമിനേറ്ററിൽ 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2v + 1 ബൈ √3 എന്ന് വരും ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1 ആണ്. അപ്പോൾ ആ ലോഗ് മോഡ് എക്സ് എന്നുള്ള ആ ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ലോഗ് മോഡ് എക്സ് എന്നാവും ഈക്വൽ ടു c1. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് വിക്ക് തിരിച്ച് y/x കൊടുക്കുകയാണ്.
പിന്നെ ഒരു ഇതും കൂടി നമ്മൾ ചെയ്യണുണ്ട്, ഹാഫ് പോകാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലോഗ് മോഡ് y² പ്ലസ് y/x പ്ലസ് 1 മൈനസ് 2√3 ടാൻ ഇൻവേഴ്സ് 2y/x പ്ലസ് 1 ബൈ √3 പ്ലസ് 2 ലോഗ് മോഡ് x ഈക്വൽ ടു 2c1. ഇനി ആദ്യത്തെ ടേമിൽ മോഡുലസിൻ്റെ ഉള്ളിൽ നമ്മൾ LCM എടുക്കുകയാണ്. അപ്പോൾ ലോഗ് മോഡ് y² പ്ലസ് xy പ്ലസ് x² ഹോൾ ഡിവൈഡ് ബൈ x² മൈനസ് 2√3 ടാൻ ഇൻവേഴ്സ്, ഇവിടെ അതെ LCM എടുത്ത് എഴുതുക. അപ്പോൾ 2y പ്ലസ് x ബൈ √3x പ്ലസ് ലോഗ് മോഡ് x² എന്ന് എഴുതാം. അറിയാലോ, ലോഗ് x⁻n ആണ് n ലോഗ് x. അപ്പോൾ ലോഗ് മോഡ് x² ഈക്വൽ ടു 2c1. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലോഗ് എ പ്ലസ് ലോഗ് ബിനെ ലോഗ് എ ബി ആക്കി എഴുതാമല്ലോ. അപ്പോൾ ആദ്യത്തെയും തേർഡ് ടേമും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ലോഗ് മോഡ് y² പ്ലസ് xy പ്ലസ് x² ബൈ x² ഇൻറ്റു x² എന്ന് വരും. ഇനി ആ മൈനസ് 2√3 എന്നുള്ള ആ ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈക്വൽ ടു 2√3 ടാൻ ഇൻവേഴ്സ് x പ്ലസ് 2y ബൈ √3x പ്ലസ് c എന്ന് എഴുതാണ്, വേർ c ഈസ് ഈക്വൽ ടു 2c1. ഇനി ആ ലെഫ്റ്റ് സൈഡിലെ x² x² ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ എഴുതണം. Therefore general solution is log mod y² plus xy plus x² equal to 2√3 tan inverse x plus 2y by √3x plus c. ഇതാണ് ആൻസർ. Question number 2. Show that the differential equation x cos y by x into dy by dx equal to y cos y by x plus x is homogeneous and solve it. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ dy by dx എഴുതാണ്. dy by dx ഈക്വൽ ടു y cos y by x പ്ലസ് x ഡിവൈഡഡ് ബൈ x cos y by x. ഇത് ഹോമോജീനിയസ് ആണെന്ന് കാണിക്കാൻ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ dy by dx തന്നിട്ടുള്ളതിനെ ഫംഗ്ഷൻ ഓഫ് y by x ആക്കി എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. അത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്കിതിൽ ന്യൂമറേറ്ററിൽ x ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ x ഇൻറ്റു y by x cos y by x പ്ലസ് 1 ഡിവൈഡഡ് ബൈ x cos y by x. ഇനി എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ y by x ഇൻറ്റു cos y by x പ്ലസ് 1 ഡിവൈഡഡ് ബൈ cos y by x വരും. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഓഫ് y by x ആണ്. Therefore given differential equation is homogeneous. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ put y equal to vx, then v equal to y by x. Differentiating dy by dx equal to v plus x into dv by dx. Then given differential equation becomes dy by dx ന് നമ്മൾ v plus x dv by dx എന്ന് കൊടുക്കുക. ഈക്വൽ ടു റൈറ്റ് സൈഡ് നമ്മൾ അവസാനം എഴുതി വെച്ചിരിക്കുന്ന സ്റ്റെപ്പിൽ y by x ന് v കൊടുത്താലും മതി. അപ്പോൾ v cos v പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് വി. ഇനി നമുക്ക് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റിലെ വി റൈറ്റിലേക്ക് കൊണ്ടുപോകാം. എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വി കോസ് വി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് വി മൈനസ് വി. ദാറ്റ് ഈസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു LCM എടുത്താൽ വി കോസ് വി പ്ലസ് 1 മൈനസ് വി കോസ് വി ഡിവൈഡഡ് ബൈ കോസ് വി. അപ്പോൾ വി കോസ് വിയും മൈനസ് വി കോസ് വിയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് x dv by dx equal to 1 by cos v. Separating variables we get cos v dv equal to dx by x. Therefore general solution is integral cos v dv equal to integral dx by x. Integrate ചെയ്യുമ്പോൾ sin v equal to log mod x plus log mod c എന്നാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഞാൻ എടുക്കുന്നത്. ഇനി വിക്ക് തിരിച്ച് y by x കൊടുത്താൽ സൈൻ y by x ഈക്വൽ ടു ലോഗ് മോഡ് സി എക്സ് എന്ന് വരും. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണല്ലോ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ സൈൻ y by x ഈക്വൽ ടു ലോഗ് മോഡ് സി എക്സ്.